ചാർലി കിർക്കിനെ വെറും 31 വയസ്സിലാണ് അക്രമി വെടിവെച്ച് കൊന്നത്. അമേരിക്കൻ ക്യാമ്പസുകളെ ഭരിച്ചിരുന്ന തോക്കിന്റെ ഉപയോഗം, ഗർഭഛിദ്രം, സ്വവർഗരതി തുടങ്ങിയ പ്രവണതകൾക്കെതിരെ ശ്രദ്ധേയമായ വാദങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും പോരാടിയ യൗവനക്കാരൻ. തൻ്റെ 18 വയസ്സിൽ ആരംഭിച്ച ടേണിംഗ് പോയിന്റ് എന്ന തൻ്റെ പ്രസ്ഥാനത്തിലൂടെ ഈ 31കാരൻ തുറന്ന ചർച്ചകളിലൂടെ എതിരാളികളുടെ വായടപ്പിച്ചു. ക്രിസ്തീയ മൂല്യങ്ങളിൽ പടുത്തുയർത്തിയ അമേരിക്ക ഒരു ക്രിസ്തീയ രാജ്യമായി തുടരുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു. അമേരിക്കയിലെ ലിബറൽ പ്രവർത്തകരുടെ നേർക്കുനേർ നിന്ന് ക്രൈസ്തവ മൂല്യങ്ങൾക്കു വേണ്ടി വാദിക്കുന്നതിൽ പ്രമുഖനായിരുന്നു ചാർലി കിർക്ക്. ഇസ്രയേലിന് അനുകൂലമായും അദ്ദേഹം ശബ്ദമുയർത്തി. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തവരുടെ വാദങ്ങളെ പൊതുവേദിയിൽ തന്നെ താൻ തകർത്ത് കളയുമായിരുന്നു. താൻ അനുഭവിച്ച ക്രിസ്തീയ രക്ഷയുടെ അനുഭവം ചരിത്രത്തിൻ്റെയും അനുഭവത്തിൻ്റെയും വെളിച്ചത്തിൽ സധൈര്യം ഉയർത്തിക്കാട്ടി. ട്രംപിൻ്റെ പല രാഷ്ട്രീയ ക്യാമ്പയിനുകളിലും ക്ഷണിക്കപ്പെട്ട അതിഥിയായി ചാർലി കിർക്ക് പ്രസംഗിച്ചിരുന്നു. അമേരിക്കയിലെ പല കൗൺസിലുകളിലും ട്രംപിൻ്റെ താൽപ്പര്യപ്രകാരം ചാർലി നേതൃത്വം വഹിച്ചിരുന്നു. അമേരിക്കൻ ക്യാമ്പസുകളെ ഇത്രയും സ്വാധീനിക്കുവാൻ ശേഷിയുള്ള ഒരു യൗവനക്കാരൻ നമുക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഡൊണാൾഡ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. യൂറ്റാ വാലി യൂണിവേഴ്സിറ്റിയിൽ 100 കണക്കിന് യൗവനക്കാരുടെ മുൻപിൽ തുറന്ന ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ ഒരക്രമി അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു. ദി അമേരിക്കൻ കംബാക്ക് എന്ന ക്യാമ്പയിനിൽ വിദ്യാർത്ഥികളുടെ മുൻപിലിരുന്ന് താൽക്കാലികമായി കെട്ടിയ ഒരു പന്തലിൽ സംവാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉന്നമുള്ള ഒരു എതിരാളി തൻ്റെ കഴുത്തിന് നിറ ഒഴിക്കുകയായിരുന്നു. ഫ്രീഡം എന്ന ലേബലുള്ള വെള്ള ടീഷർട്ട് ധരിച്ച ഈ ശക്തനായ പോരാളി ഇരിപ്പിടത്തിൽ തന്നെ തളർന്നു വീണു. കൊല്ലപ്പെട്ടത് അമേരിക്കയുടെ അടുത്ത പ്രസിഡന്റ് ആകുവാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു യുവ നക്ഷത്രമാണ്. അതിവേഗം കത്തിപ്പടർന്ന ചാർലി കിർക്ക് എന്ന ശബ്ദത്തെ അവർ നിശബ്ദരാക്കി. തൻ്റെ ഭാര്യയെയും 2 കുഞ്ഞുങ്ങളെയും തനിച്ചാക്കി തൻ്റെ ഓട്ടം തികച്ചു യാത്രയായി. എന്നാൽ താൻ പ്രസംഗിച്ച സന്ദേശം തലമുറകളിലൂടെ തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കും.